ഇതുണ്ടോ, ഇത് പിന്നെ ഒരു ലാപ്ടോപ്പ് കൂളിംഗ് അഡീഷണലായിട്ട് നമ്മൾ കൂളിംഗ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. ഇതിനകത്ത് ഏകദേശം 1 2 3 4 5 6 ഫാൻ അഡീഷണലായിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ലാപ്ടോപ്പ് ഇതിൻ്റെ പുറത്ത് വയ്ക്കുമ്പോൾ ലാപ്ടോപ്പിൻ്റെ അടിഭാഗമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ലാപ്ടോപ്പ് കൂടുതൽ സമയം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം ചൂടാവുമല്ലോ. അപ്പോൾ ആ ചൂടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെ വെളിയിലേക്ക് എടുത്ത് കളയാനും കൂളിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് നല്ല കൂളായുള്ള വായു അതിലേക്ക് കടത്തി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡീഷണൽ സിസ്റ്റമാണ്. ഇത് മൾട്ടി പർപ്പസ് ആണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് സ്റ്റാൻഡ് ഇതുണ്ടോ, ഇങ്ങനെ നമുക്ക് ലാപ്ടോപ്പ് ചരിച്ചും നിവർത്തി ഏറ്റവും ഇതിലുമൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡൊക്കെ ഉണ്ടോ. ഇതിൽ ലാപ്ടോപ്പിൻ്റെ തന്നെ പവർ ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. ലാപ്ടോപ്പ് വെച്ചു. ലാപ്ടോപ്പിൻ്റെ വെക്കുന്നുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായി വയ്ക്കാൻ പറ്റുന്നുണ്ടോ. ലാപ്ടോപ്പ് ഇങ്ങനെ നമ്മൾ വളരെ സേഫായിട്ട്, അതായത് നമുക്ക് അനുയോജ്യമായ രീതിയിൽ ഈ ലാപ്ടോപ്പിനെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്നിട്ടിത് ഓണാക്കാം. ലാപ്ടോപ്പ് ഓണാക്കുന്നു. അപ്പോൾ ഇതിൽ ഇതിനെ കണക്ട് ചെയ്യാം. ഞാനതിവിടെ കണക്ട് ചെയ്തു. ഇതിൻ്റെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു സ്വിച്ച് ഉണ്ട് ഇവിടെ. ഇതിനൊരു സ്വിച്ച് ഉണ്ട്. എന്നിട്ട് ഇവിടെ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ്, അതായത് വോളിയം കൺട്രോൾ പോലത്തെ ഒരു സാധനം. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് ഫാനിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഫാൻ ഇപ്പോൾ കറങ്ങി തുടങ്ങിയിട്ടുണ്ടോ, നല്ല രീതിയിൽ കറങ്ങി. ഈ 6 ഫാൻ കറങ്ങും. ഇത് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതും ഇതിൻ്റെ പവർ തന്നെ, ലാപ്ടോപ്പിൻ്റെ പവർ തന്നെ ഇത് വർക്ക് ചെയ്യുന്നതുമാണ് ഉണ്ടോ. അപ്പോൾ ഇത് നമുക്ക് എത്ര ലോങ് ടൈം നമ്മൾ ഈ ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ ലാപ്ടോപ്പിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല.